കാണാതായ പ്രമുഖ കയറ്റുമതി വ്യവസായി BM മുംതാസ് അലിയുടെ മൃതദേഹം കണ്ടെത്തി. കുളൂർ പാലത്തിനടിയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇന്നലെ പുലർച്ചെ 5ഓടെ ദേശീയപാത 66 കൊച്ചി പൻവേൽ റൂട്ടിലെ കുളൂർ പാലത്തിന് മുകളിൽ അപകടത്തിൽപ്പെട്ട നിലയിൽ അദ്ദേഹത്തിന്റെ ആഡംബര കാർ കണ്ടെത്തിയതിനെ തുടർന്ന് പ്രദേശവാസികൾ പരമ്പൂർ പോലീസിനെ വിവരം അറിയിച്ചിരുന്നു. തുടർന്ന് പോലീസ് സംഘം ഫാൽഗുനി പുഴയിൽ തിരച്ചിൽ നടത്തി. മുംതാസ് അലിയുടെ മൊബൈൽ ഫോണും കാറിന്റെ താക്കോലും പാലത്തിനടുത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പെ ഉൾപ്പെടെയുള്ള സംഘവും NDRFും ചേർന്ന് നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കോൺഗ്രസ് മുൻ MLA മൊഹീദ്ദീൻ ബാവയുടെയും ജനതാദൾ മുൻ MLC BM ഫാറൂഖിന്റെയും സഹോദരനാണ് മരിച്ച മുംതാസ് അലി. മുംതാസ് അലി പാലത്തിൽ നിന്നും സ്വയം ഫാൽഗുനി പുഴയിലേക്ക് ചാടിയതാകാനാണ് സാധ്യത എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. താനിനി മടങ്ങിവരില്ലെന്ന് കുടുംബ വാട്സപ്പ് ഗ്രൂപ്പിൽ പുലർച്ചെ മുംതാസ് അലി സന്ദേശം അയച്ചിരുന്നു. ഞായറാഴ്ച പുലർച്ചെ 3ഓടെ മുംതാസ് അലി വീട് വിട്ടതായി മകൾ പോലീസിനോട് പറഞ്ഞു. അതിനിടെ മുംതാസ് അലിയെ ഭീഷണിപ്പെടുത്തി പണം അപഹരിച്ചെന്ന കേസിൽ 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. മുംതാസ് അലിയുടെ സഹോദരൻ ഹൈദരലിയുടെ പരാതിയിൽ റഹാമത്ത്, അബ്ദുൽ സത്താർ, ഷാഫി, മുസ്തഫ, സുഹൈബ്, സിറാജ് എന്നിവർക്കെതിരെയാണ് കേസ്. ഒരു സ്ത്രീയുമായി അവിഹിത ബന്ധമുണ്ടെന്ന് പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പ്രതികൾ മുംതാസ് അലിയിൽ നിന്ന് 50 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി. കൂടുതൽ പണം ആവശ്യപ്പെട്ട് ഇവർ മുംതാസ് അലിയെ സമ്മർദ്ദത്തിലാക്കിയെന്നും പരാതിയിൽ പറയുന്നുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. കർണാടകയിലെ പ്രമുഖ വ്യവസായിയും രാഷ്ട്രീയ കുടുംബാംഗവുമാണ് മുംതാസ് അലി. പുലർച്ചെ 3 വീട്ടിൽ നിന്നിറങ്ങിപ്പോയ മുംതാസ് നഗരത്തിലെ പലയിടങ്ങളിലും സഞ്ചരിച്ചതായി പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം വ്യക്തത വരാനുണ്ട്. 5 മണിയോടെയാണ് പാലത്തിന് സമീപം വാഹനമെത്തിയതും. ഈ സംഭവം വ്യക്തിപരമായ സുരക്ഷ, നിയമവാഴ്ച, സ്വാധീനമുള്ള വ്യക്തികൾ അഭിമുഖീകരിക്കാൻ സാധ്യതയുള്ള മാനസിക സമ്മർദ്ദങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള സമ്മർദ്ദം ഉയർത്തുന്നുണ്ട്. അന്വേഷണം പുരോഗമിക്കുമ്പോൾ സമൂഹത്തിന് നിർണായക സംഭാവനകൾ നൽകിയ ഒരു നേതാവിനെ നഷ്ടപ്പെട്ടതിൽ സമൂഹം വിലപിക്കുന്നു എന്നും പറയുന്നുണ്ട്.